ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി മാർബിൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആർക്കും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പം ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാർബിൾ കേക്കാണ്. അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിലേക്ക് ഒരു 6 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേ ഒരു 1/2 കപ്പ് പാലിൽ നിന്നും കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരാം. ഇനി നനവില്ലാത്ത ഒരു ബൗളിലേക്ക് ഒരു 6 സ്പൂണോളം മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സില്ലേ അതും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ ഇളക്കി എടുക്കണേ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയാണെന്ന് തോന്നിയാൽ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേ, ആ പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൽ നിന്ന് കുറച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാവേ. അതിലേക്ക് 2 ടീസ്പൂണോളം നമുക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയായി വീണ്ടും തോന്നുന്നെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ കേക്കിലേക്ക് വേണ്ട 2 മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യത്തെ വൈറ്റ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവേ. ലാസ്റ്റ് ഇതേ ഒരു സ്പൂണിൻ്റെ പുറകു വശം കൊണ്ടിട്ട് നമുക്കിത് എങ്ങനെ ഒന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 45 മിനിറ്റ് ഞാൻ അടുപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് എൻ്റെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് കേക്ക് ഉണ്ടാക്കുന്ന വലിയ ആളൊന്നും അല്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം കേക്ക് ഉണ്ടാക്കാൻ എനിക്കറിയാം കേട്ടോ. കാര്യം അത്രയ്ക്ക് നല്ല പോലെ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പം ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻസും കൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.